കൗൺസിലിങ്ങിലും സൈക്കോളജിയിലും താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റിനെ പറ്റിയും ഫ്രോയിഡിയൻ സൈക്കോതെറാപ്പിയും കൗൺസിലിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനിയും രണ്ടാമതായിട്ട് പരാമർശിക്കാൻ ആഗ്രഹിക്കുക നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിനെ പറ്റിയാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് പ്രധാനമായിട്ട് കാൾ റോജേഴ്സാണ്. കാൾ റോജേഴ്സ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ അന്തഃസത്ത എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ഘടകമാണ്. സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന അവസ്ഥ, നമ്മൾ ആയിരിക്കൽ എന്നതാണ് സെൽഫിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സെൽഫ് എന്ന് പറയുന്ന റോജേഴ്സിൻ്റെ കൺസെപ്റ്റിൽ സെൽഫ് ഫോം ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്താണ്. അപ്പം നമ്മുടെ ഞാനെന്ന ഭാവം അത് ഫോം ചെയ്യുന്നത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിന് അനുസരിച്ചാണ്. അതായത് നമ്മളെ ജീവിക്കുന്ന സമൂഹത്തിലെ മുതിർന്ന ആളുകൾ, നമ്മൾ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ, എല്ലാ തരത്തിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് സമൂഹത്തിലെ ആളുകൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്താണ് നമ്മളുടെ സെൽഫ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഗ്രാജുവലായിട്ട് നമ്മൾ സെൽഫ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഒരു പൂർണ്ണ വളർച്ച എത്തിയ സെൽഫ് നല്ല തുറവിയുള്ളതായിരിക്കും. എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാ അനുഭവങ്ങളെയും സമഭാവത്തോടെ കാണുന്ന, സുഖമായാലും ദുഃഖമായാലും ശത്രുവായാലും മിത്രമായാലും എല്ലാറ്റിനെയും എല്ലാവരെയും പ്രത്യേകമായ ഒരു സഹിഷ്ണുതാ കാഴ്ചപ്പാടോടെ കാണാനുള്ള കഴിവുള്ള ഒരു സെൽഫാണ് ശരിയായി വളർന്ന ഒരു സെൽഫെന്ന് നമ്മൾ പറയും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചെറുപ്പകാല അനുഭവങ്ങളിൽ നിന്നാണ്. അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന് നമ്മുടെ സെൽഫ് ഫോം ചെയ്യും. സെൽഫിനെ പറ്റിയുള്ള റോജേഴ്സിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. സെൽഫ് എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ഓഫ് വൺ സെൽഫ് ആൻഡ് ദ വാല്യൂസ് അറ്റാച്ച്ഡ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള ആ മതിപ്പും അല്ലെങ്കിൽ ആ അറിവ്, നമ്മളെ പറ്റിയുള്ള ബോധം, അതും അതിനോട് ബന്ധപ്പെട്ട മൂല്യങ്ങൾ, അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ, നമുക്ക് നമ്മളും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ പറ്റിയുള്ള ബോധ്യം. ഇൻ റിലേഷൻ ടു അതേഴ്സ്, നമ്മളും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളെ പറ്റിയുള്ള നമ്മുടെ ഇംപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മുടെ ബോധ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട മൂല്യങ്ങളും. മൂന്നാമത്തത്, പരിസരത്തിൻ്റെ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയുള്ള നമ്മുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോധ്യം. ഒന്ന്, നമ്മളെ പറ്റിയുള്ള ബോധ്യവും ആ ബോധ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മൂല്യങ്ങളും. രണ്ട്, മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി നമുക്ക് നമ്മളെ പറ്റിയുള്ള ബോധ്യവും ആ ബോധ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മൂല്യങ്ങൾ. മൂന്നാമത്തത്, സാഹചര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ബോധ്യവും അവയുമായിട്ട് ബന്ധപ്പെട്ട മൂല്യങ്ങളും. അപ്പം ഇതെല്ലാം നല്ല രീതിയിലാണെങ്കിൽ, നമുക്ക് നമ്മളെ പറ്റിയുള്ള ബോധ്യം നല്ലതാണെങ്കിൽ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസുകളുടെ അടിസ്ഥാനത്തിൽ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഒരു ഇമ്പ്രഷനാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ, അതുപോലെ സാഹചര്യങ്ങളെ പറ്റി നല്ലൊരു വിലയിരുത്തലും, സാഹചര്യങ്ങളെ വളരെ നല്ലതാണെന്നുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യവുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സെൽഫായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സെൽഫ് എപ്പോഴും എക്സ്പീരിയൻസുകൾക്ക് തുറവിയുള്ളതായിരിക്കും. എപ്പോഴും അനുഭവങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുന്നതായിരിക്കും. ഏതനുഭവത്തെയും നല്ല തന്മയത്വത്തോടെ സ്വീകരിക്കുവാനുള്ള ഒരു തൻ്റെ ഇടവും ശക്തിയും അതിനുള്ള കഴിവും അതിനുള്ള റിസോഴ്സുകളുമൊക്കെ ഉള്ള ഒരു ഭാവത്തിലായിരിക്കും നമ്മളിരിക്കും. ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പം നമ്മളൊരു സെൽഫ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന രീതിയിലാണ്, എൻ്റെ തനിമയെന്ന് പറയുന്നത് ഞാനും എന്നെ പറ്റിയുള്ള ചിന്തകളും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ചിന്തകളും സാഹചര്യമായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ നമ്മളതൊരു സെൽഫ് ഫോം ചെയ്തിരിക്കുമ്പോഴും നമ്മുടെ ഈ സെൽഫ് എന്ന ഭാവത്തിനോട് ചേരാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അതിനെ നോട്ട് സെൽഫ് എന്ന് പറയും. അത് നമുക്ക് സെൽഫിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന്, ഞാൻ സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ്. എന്നെ എല്ലാവരും സഹായിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. സമൂഹത്തിൽ എല്ലാവരും എനിക്ക് സഹായകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ സാഹചര്യങ്ങളെ എല്ലാം അനുകൂലമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഇതിന് എതിരായിട്ട് എൻ്റെ ജീവിതത്തിൽ തിക്തമായ ചില അനുഭവങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ സെൽഫുമായിട്ട് ചേർന്ന് പോകത്തില്ല. ഞാൻ എല്ലാവരെയും വിശ്വസിച്ചിരുന്നു, പക്ഷേ എനിക്ക് വിശ്വാസത്തിന് എതിരായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടായി. ഞാൻ കഴിവുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, പക്ഷേ എനിക്ക് കഴിവുകേടിൻ്റെ ഒരു അനുഭവമുണ്ടായി. സാഹചര്യങ്ങൾ നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു, പക്ഷേ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് പ്രാതികൂല്യം ഉണ്ടായി. അപ്പോൾ ഇതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഉദാഹരണത്തിന് പെൺകുട്ടിയെ ഒരു വിവാഹം കഴിച്ചയച്ചൊരു വീട്ടിൽ അവൾ കഴിവുള്ള ഒരാളാണ്, നല്ലൊരു കഴിവുള്ള ആളാണെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് തിക്തമായ ചില അനുഭവങ്ങളുണ്ടായപ്പോൾ അവളുടെ ആകെപ്പാടെ അവിടെ അടിത്തറ തകർന്നു. അതുപോലെ നമ്മളെ സമൂഹം വളരെ ഫേവറബിളാണ് നമ്മൾ വിശ്വസിച്ച് നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ തിക്തമാണ്. സമൂഹം സഹായകമല്ല. എന്നോട് സമൂഹത്തിന് ഒരു സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ അതില്ല. ശത്രുതയാണ് സമൂഹം കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ അപ്സെറ്റാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സെൽഫുമായിട്ട് ചേരാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളായി വരുമ്പോൾ അവയിലൊരു പൊരുത്തക്കേടുണ്ടാവുകയും നമ്മൾ അസ്വസ്ഥരാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള നോട്ട് സെൽഫായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുമായിട്ട് ചേർന്ന് പോകാത്ത, പൊരുത്തപ്പെട്ട് പോകാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സാരമായിട്ട് ബാധിക്കും. ഈ സെൽഫുമായിട്ട് ബന്ധപ്പെട്ട് പോകാത്ത കാര്യങ്ങൾ നമ്മൾ സെൽഫിനോട് ചേർക്കാനുള്ള ശ്രമമാണ് കൗൺസിലിംഗ് നടക്കുക, നോൺ ഡയറക്റ്റ് കൗൺസിലിങ്ങിൽ. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. നമുക്ക് പൊരുത്തക്കെട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ അനുഭവങ്ങളെ വേറൊരു രീതിയിൽ പുനർചിത്രീകരിച്ച് നമ്മൾ അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ സെൽഫിന് സമാധാനമുണ്ടാകും, നമുക്ക് സ്വസ്ഥതയുണ്ടാകും, നമ്മുടെ സെൽഫ് സ്റ്റേബിളാകും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് കാൾ റോജേഴ്സ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത്. ഈ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഫ്രോയിഡിൻ്റെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ അപഗ്രഥിച്ച് കൗൺസിലറുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കൗൺസിലിംഗ് സഹായം നൽകുന്ന അവസ്ഥയാണ്. ഇവിടെ കൗൺസിലർ സെൻറ്റേർഡാണ്, കൗൺസിലർ കേന്ദ്രീകൃതമായ ഒരു കൗൺസിലിംഗാണ്. അതേസമയം ഇതിനകത്ത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൽ വ്യത്യസ്തമാണ്. ഇവിടെ കൗൺസിലർക്കല്ല പ്രാധാന്യം, കൗൺസിലിംഗാണ് പ്രാധാന്യം. കൗൺസിലി പ്രധാനപ്പെട്ട വ്യക്തിയും കൗൺസിലർ ഒരു സഹായകനും മാത്രമാണ്. കാരണം ഇതിൻ്റെ അടിസ്ഥാനം കൗൺസിലിയുടെ സെൽഫ് നല്ല വെൽഫോംഡ് സെൽഫാണ്. സെൽഫിന് ചേരാത്ത ചില കാര്യങ്ങൾ കൗൺസിലിൽ സംഭവിച്ചിട്ടുണ്ട്. അത് കൗൺസിലിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൗൺസിലിനുണ്ട്. കൗൺസിലിംഗ് അതിനുള്ള ശേഷിയുണ്ട്. ഈ ശേഷികൾ പലതും കൗൺസിലിംഗ് മനസ്സിലാക്കാതെ പോയിരിക്കുകയാണ്. കാരണം ഇൻട്രാക്ഷനിലുള്ള ആഘാതം കൊണ്ട്, അതിനുള്ള അനുഭവിച്ച തിക്തമായ അനുഭവം കൊണ്ട് അവയെ സ്വീകരിക്കാൻ സാധിക്കാതെ കൗൺസിലിംഗ് വിഷമിക്കുമ്പോൾ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് അവയെ കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്നുള്ളത് മറന്നു പോവുക. അപ്പം ഇങ്ങനെ സാധിക്കുമെന്നുള്ള കാര്യം മറന്നു പോയിരിക്കുന്ന കൗൺസിലിയെ അവൻ്റെ കഴിവുകളിലേക്ക് നടത്തിക്കൊണ്ടുപോയി, കൈപിടിച്ചു കൊണ്ടുപോയി അവൻ്റെ ശേഷിയെ ബോധ്യപ്പെടുത്തി ആ ശേഷിയെ പുറത്തെടുത്ത് ഉപയോഗിക്കുവാനുള്ള പ്രാപ്തി നൽകുക എന്നുള്ളതാണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. നമ്മൾ വീണു പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു കുടുംബത്തിൽ ചെന്ന് പുതിയ കുടുംബാംഗങ്ങളുമായിട്ട് ചേരുവാനുള്ള സാഹചര്യങ്ങളുണ്ടായപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടായി ഭഗ്നാശയാകുന്ന ഒരു മരുമകൾ, വിവാഹം കഴിച്ച് തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തയായ തൻ്റെ ഭാര്യയുടെ കാഴ്ചപ്പാടുമായി ചേർന്ന് പോകുവാനായിട്ട് വിഷമിക്കുന്ന ഭർത്താവ്, പുതിയ മരുമകളെ സ്വീകരിച്ച അമ്മായിയമ്മ താൻ പുലർത്തിപ്പോന്ന തൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ താൻ ക്രിയേറ്റ് ചെയ്ത സെൽഫുമായിട്ട് ചേരാത്ത അനുഭവങ്ങളുള്ള ഒരു മരുമകളുമായി ഒത്തുചേർന്ന് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ.
ഇത്തരത്തിൽ ജീവിതത്തിലെ ഏത് സാഹചര്യമായാലും ശരി, ആ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സംഘർഷങ്ങളെ, പ്രാതികൂല്യങ്ങളെ, തെറ്റായ അനുഭവങ്ങളെ, ക്രൈസിസ് സിറ്റുവേഷൻസ്, ഇവയെയൊക്കെ പരിധിയിലാക്കി തൻ്റെ സെൽഫിനോട് ചേർക്കുന്ന തരത്തിലാക്കി റീസ്ട്രക്ചർ ചെയ്ത് അല്ലെങ്കിൽ റീന്യൂ ചെയ്ത് പുതുതാക്കി തൻ്റെ സെൽഫിനോട് ചേർക്കുന്ന രീതിയാണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയും. നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ അടുത്ത വീഡിയോകളിലൂടെ കാണാനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു.